ചേട്ടാ നമസ്കാരം. നമസ്കാരം. പാകിസ്ഥാൻ ഇപ്പോ സത്യം പറഞ്ഞാൽ വൻ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും പാകിസ്ഥാനിലെ സൈനികർ കൂട്ടമരണം നേരിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. താലിബാൻ ആണെങ്കിൽ നമ്മുടെ റാവൽപിണ്ടി മേഖലയിലൊക്കെ കയറി അടിച്ച് വസീറിസ്ഥാനിൽ അതിഭീകരമായിട്ടുള്ള ആക്രമണം നടത്തുന്നു, ഖൈബർ പഖ്തൂണിൽ ആക്രമണം നടത്തുന്നു, 100 പാകിസ്ഥാൻ പട്ടാളക്കാരെ ഒരുമിച്ച് കൊന്നു കളഞ്ഞു എന്ന് അവര് വാദിക്കുന്നു. എന്നാൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പാകിസ്ഥാൻ പറയുന്നു. എന്നാൽ മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പേ അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചടി നടത്തുന്നു പാകിസ്ഥാൻ. അവിടെ ഒരു ജില്ല തന്നെ ആൾക്കാർ മൊത്തത്തിൽ ഒഴിഞ്ഞു പോകുന്ന ഒരു കാഴ്ച കാണുന്നു. എന്തായാലും രണ്ടും കണക്ക് തന്നെയാണ് രണ്ട് രാജ്യങ്ങളും. ആരടിച്ചു ചത്താലും നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ, അതിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നത് പോലെ അഫ്ഗാനിസ്ഥാനോടാണ് ഇന്ത്യക്ക് പ്രിയം കൂടുതൽ. കാരണം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ രണ്ടടി അടിച്ചു കഴിഞ്ഞാൽ ആ പാക് അധീന കശ്മീർ നമ്മുടെ കയ്യിൽ ഇരിക്കുമല്ലോ എന്നുള്ളൊരു തോന്നൽ ഇന്ത്യക്കുണ്ട്. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം അതും കൂടെയാണ് എന്നുള്ളതാണ്. ഈ പാകിസ്ഥാനകത്തുള്ള ഈ ആന്തരികമായിട്ടുള്ള ശക്തികളുണ്ട്, ആഭ്യന്തര യുദ്ധത്തിനായി കാത്തിരിക്കുന്ന ശക്തികൾ. അവർ ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഇപ്പൊ ബലൂചിസ്ഥാനിലോട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവര് ബലൂചിസ്ഥാനിൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു ടീമാണ്. അവർ അത് മുതലെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, POK, പാക് അധീന കശ്മീരിൽ ജനങ്ങളുണ്ട്, അവർ അവിടെ പ്രക്ഷോഭം തുടങ്ങിയിട്ടുണ്ട്. മൂന്നാമത് PTI, ഇമ്രാൻഖാന്റെ പാർട്ടി. ഇമ്രാൻഖാൻ ഇപ്പോൾ ജയിലിൽ ഉണ്ടെന്ന് കിടക്കുകയാണ്. ഇമ്രാൻഖാന്റെ പാർട്ടി അവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം, അതായത് നിയമലംഘന പ്രക്ഷോഭം. അതായത് പാകിസ്ഥാനിൽ ഞങ്ങൾ നിയമങ്ങൾ അനുസരിക്കില്ല എന്ന് പറഞ്ഞൊരു പ്രക്ഷോഭം, പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്നൊക്കെ പറയുന്നത് പോലെ അതിനിടെ കൂടെ നടത്തി തുടങ്ങിയിട്ടുണ്ട്. എല്ലാം കൊണ്ടും പാകിസ്ഥാൻ തകർന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പൊ വരുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്ത, ഈ ബലൂച്ച് പ്രവിശ്യയിൽ ബലൂച്ച് ലിബറേഷൻ ആർമി BLO അവർ ഒരു വലിയ ചാവേർ ആക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ 47 പാക് സൈനികരാണ് ഒറ്റയടിക്ക് തട്ടിപ്പോയത് എന്നുള്ളതാണ്. പാകിസ്ഥാൻ ശിഥിലമാവോ ചേട്ടാ, എന്താ തോന്നുന്നത്? ഇതിനകത്ത് ഈ ബലൂചിസ്ഥാനും കാശ്മീരും തമ്മിൽ ചില സാദൃശ്യങ്ങളുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോ നമ്മൾ കാശ്മീരിൽ രാജാവ് നമ്മളോടൊപ്പം ചേരാൻ താല്പര്യം പ്രകടിപ്പിക്കുകയായിരുന്നെങ്കിൽ ബലൂചിസ്ഥാൻ ബ്രിട്ടീഷുകാർ പാകിസ്ഥാൻ എഴുതി കൊടുത്തിട്ട് പോയതാ. അല്ലാതെ ബലൂചിസ്ഥാനികളോട് ചോദിച്ചിട്ട് അവർ സഹായം ഏർപ്പെടുത്തിട്ട് ചെയ്തൊരു ഒരു 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 പ്രദേശമല്ല. പാകിസ്ഥാനിലെ 4 പ്രവിശ്യകളിൽ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. അതിനുശേഷം അവിടുത്തെ ഒരു ഭരണാധികാരി കാലേട്ട് ഖാൻ എന്ന് പറയുന്ന ഈ ഭരണാധികാരി ഇത് സ്വതന്ത്ര രാജ്യമാണെന്ന് പ്രഖ്യാപിക്കുകയും മുൻപോട്ട് പോവുകയും ചെയ്തു. പിന്നീട് 1948 മാർച്ച് 27-ന് അദ്ദേഹം പാകിസ്ഥാനുമായി ചേർന്ന് ചില ഉടമ്പടികൾ ഒപ്പുവെച്ചു. അതായത് ഈ സുന്നി ഗോത്ര വിഭാഗങ്ങൾ, ഏതാണ്ട് 18ഓളം ഗോത്രങ്ങളുള്ള ഒരു പ്രദേശമാണ് ബലൂചിസ്ഥാൻ. 1 ട്രില്യൺ ഈ ധാതുക്കളാൽ സമ്പന്നമാണ് പ്രകൃതി വിഭവങ്ങൾ. 1 ട്രില്യൺ അത്രയും പ്രകൃതി വിഭവങ്ങളുള്ള ഒരു പ്രദേശമാണ്. ഈ ബലൂചിസ്ഥാന്റെ ഭൂപ്രകൃതി നോക്കിക്കഴിഞ്ഞാല് 3 രാജ്യങ്ങളാണ് ഇതിന്റെ അതിർത്തി. ഇതിൽ വളരെ കൗതുകകരമായ കാര്യം, ഇറാനുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. ഇറാൻ പറയുന്നു അവരുടെ ഒരു പ്രവിശ്യയാണിതെന്ന്. അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നു. അവർ ഈ വടക്കൻ പ്രദേശം അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്, പടിഞ്ഞാറൻ പ്രദേശം ഇറാനുമായിട്ടാണ്, ബാക്കിയുള്ള പ്രദേശം പാകിസ്ഥാനുമായിട്ടാണ്. ഇവരെല്ലാം ഇവരുടേതെന്ന് അവകാശപ്പെടുന്നുണ്ട്. ഇവരുടെ എല്ലാം ഗോത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ചെയ്യുന്നുണ്ട്. ഇത് സുന്നി ഗോത്ര വിഭാഗമാണ് കൂടുതലെങ്കിൽ ഷിയകൾക്കും ഉണ്ട് പ്രാധാന്യം. ഇവരെല്ലാം ഇതെല്ലാം അവരവരുടേതാണെന്ന് പറയുന്നു. ബലൂചിസ്ഥാനിൽ കിടക്കുന്നവരെ പിന്നീട് പാകിസ്ഥാൻ ശത്രുക്കളാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇവർക്ക് അവിടുത്തെ ഈ ഗോത്രവർഗങ്ങൾക്കൊക്കെ വലിയ പ്രാതിനിധ്യം പാക് പാർലമെന്റിലും പാക് നിയമസഭയിലും പാക് ഭരണഘടനയിലും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ കാശ്മീരിന് വലിയ രീതിയിലുള്ള ഇമ്പോർട്ടന്റ് ആണ് കൊടുക്കുന്നത്. അധിനിവേശ കാശ്മീരിലുള്ളവർക്ക് പോലും നമ്മളിവിടെ സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ഉള്ളവരെ മുഴുവൻ ഇവന്മാരങ്ങ് അടിച്ച് പുറത്തു കളഞ്ഞു. അതായത് ഈ ബലൂചിസ്ഥാനിലുള്ളവരെ വെറും കരിവേപ്പില പോലെ എടുത്ത് പുറത്ത് കളഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ മുൻപോട്ട് നീങ്ങിയത്. അവിടെയാണ് ഇവരുടെ ഒരു വലിയ പ്രക്ഷോഭം വരുന്നതും. ഈ നവാബ് നവറോസ് എന്ന് പറയുന്ന ഒരു നേതാവ്, നവാബ് നവറോസിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ 1958 വലിയ കലാപം തുടങ്ങി. ഒരുപക്ഷെ ബലൂചിസ്ഥാൻ, സ്വതന്ത്ര ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആദ്യത്തെ കലാപം ഈ നവാബ് നവറോസിന്റെ നേതൃത്വത്തിലാണ്. പിന്നീട് പാക് പട്ടാളം ചെയ്തത് വളരെ ക്രൂരമായി ഇദ്ദേഹത്തെ പിടികൂടുക, ഇദ്ദേഹത്തെ വധിക്കുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ മക്കളെ പോലും തൂക്കിലേറ്റി കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് നീങ്ങുകയും വളരെ മൃഗീയമായി ഇതുങ്ങളെ അടിച്ച് ഒതുക്കുകയും ചെയ്തു. അപ്പോഴും പാകിസ്ഥാൻ ഇവരെ അവരുടെ ഒരു കറവപ്പശു പോലെ, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രദേശം പോലെയാണ് ഇതിനെ വെച്ചുകൊണ്ട് ഇരുന്നത്. ഇനി ഈ 3 രാജ്യങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു. അത് ബലൂചിസ്ഥാനുമായി ഡയറക്റ്റ് ബന്ധപ്പെടുന്ന 3 രാജ്യങ്ങളാണ്, ഇറാനും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും. ഇനി ഇൻഡയറക്റ്റ് ആയിട്ട് 2 രാജ്യങ്ങൾക്കും ഈ ബലൂചിസ്ഥാനിൽ താല്പര്യമുണ്ട്. അതിലൊന്ന് ഇന്ത്യയും മറ്റൊന്ന് ചൈനയുമാണ്. കാരണം ഈ ചൈനയുടെ ഒരു വലിയ സ്വപ്നമാണ് ഗദ്ദാർ തുറമുഖമുണ്ട്. ഈ തുറമുഖം പാകിസ്ഥാൻ ചൈനയ്ക്ക് കൊടുത്ത കരാർ എഴുതി.
പക്ഷെ ചൈനയ്ക്ക് അവിടെ പരിപാടികൾ നടത്താൻ പറ്റാത്ത, ഇല്ലെങ്കിൽ അതിന്റെ മുന്നോട്ട് പോകാൻ പറ്റാത്തത് ഈ ബലൂചിസ്ഥാനിലുള്ള ഈ അവിടുത്തെ ഈ പോരാളികളുടെ, ഇല്ലെങ്കിൽ അവിടെ ഈ സമരം ചെയ്യുന്നവരുടെ വിഷയം കൊണ്ടാണ് അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്തത്. ഇതുപോലെ തന്നെ ചൈനയുടെ അതെ അതെ. റോഡ് പദ്ധതി കടന്നു പോകുന്ന ബലൂചിസ്ഥാൻ വഴിയാണ്. ഈ രണ്ട് ഉം, താല്പര്യങ്ങളാണ് ചൈനയ്ക്കുള്ളത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ താല്പര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഉം, എന്നൊക്കെ കാശ്മീർ വിഷയം പാകിസ്ഥാൻ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടോ അന്നൊക്കെ ഇന്ത്യ പ്രതിരോധം തീർത്തത് ബലൂചിസ്ഥാന് വേണ്ടിയിട്ടാണ്. ഉം, ശരിക്കും പറയുന്ന ബലൂചിസ്ഥാൻ വേണ്ട, അല്ലെങ്കിൽ ബലൂചിസ്ഥാനിൽ പോരാടുന്ന സംഘടനകൾ, ഒന്നും രണ്ടും സംഘടനകളല്ല, അതിനകത്ത് ചില സംഘടനകളുടെ പേര് ഞാൻ പറയാം. ഒന്ന് നമുക്ക് എല്ലാവർക്കും ഉം, അറിയാവുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, ബലൂചിസ്ഥാൻ റിപ്പബ്ലിക്കൻ ആർമി, ബലൂചിസ്ഥാൻ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ, യുണൈറ്റഡ് ബലൂജ് ആർമി, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, പാകിസ്ഥാൻ ഉം, തെഹ്രീക്ക് ഇൻസാഫ് എന്ന് തുടങ്ങിയ സംഘടനകളും ഉം, പാർട്ടികളും ഒക്കെയാണ് അവിടെ പോരാടുന്നത്. ഇപ്പോൾ ഇവരെല്ലാം കൂടി ഉം, ഒന്നിച്ചിരിക്കുകയാണ്. ഈ സംഘടനകളൊക്കെ കൂടെ ഒന്നിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാക് സൈന്യത്തിന് നേരെ പോരാടുന്നത്. ഇതില് ഉം. ഇന്ത്യയാണ് കുറച്ചു നാൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രമുഖ ദേശീയ പത്രം പറഞ്ഞത്, ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നേതാവ് പരിക്ക് പറ്റിയപ്പോൾ ഇന്ത്യയിലാണ് ചികിത്സ തേടിയത് എന്ന ഒരു വലിയ വാർത്ത. കൊടുത്തത് ചെറിയ ഉം. പത്രമൊന്നുമല്ല, ഇന്ത്യയിലെ അറിയപ്പെടുന്ന വലിയ ഒരു ദേശീയ പത്രം തന്നെയാണ്, വലിയ തലക്കെട്ടോടുകൂടി കൊടുത്തത്. അദ്ദേഹം പേര് ഉം. മാറ്റി ഇന്ത്യയിലെത്തി ചികിത്സ നേടിയത്. ഇന്ത്യയാണ് ഇവർക്ക് ആയുധവും പണവും നൽകുന്നുള്ളത് ഇന്റർനാഷണൽ മീഡിയയെ നമ്മൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ഉം. ചെയ്യാമെങ്കിൽ അനവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഓക്കെ. ഇന്ത്യയുടെ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു സ്വാതന്ത്ര്യം കിട്ടുക, ഇവരൊരു സ്വതന്ത്ര രാജ്യമായി മാറുക എന്നുള്ളതാണ്. ഉം. ഇപ്പോൾ അതിന്റെ ഒരു സാഹചര്യം അടുത്തു വന്നിരിക്കുന്നു. ഇതിനിടയിൽ ഈ താലിബാനോടൊപ്പം തന്നെ വളർന്നു വന്ന താലിബാന്റെ ഒരു ബ്രാഞ്ച് ആയിരുന്നു തെഹ്രിക്കെ താലിബാൻ എന്ന് പറയുന്ന പാക് അതെ. ഭീകര സംഘടന. അതിനെ വളർത്തിക്കൊണ്ടുവന്ന ഇന്ത്യക്കെതിരെ അടിക്കാനും ഈ ബലൂചിസ്ഥാനികളെ അടിക്കുവാനുമായിരുന്നു. പക്ഷെ ഇപ്പൊ താലിബാനുമായി തെറ്റിയ സ്ഥിതിക്ക് ഈ തെഹ്രിക്കെ താലിബാനും ഇപ്പൊ പാകിസ്ഥാന് നേരെ തിരിഞ്ഞിരിക്കുക. അവര് വേറെ ഈ പഞ്ചാബ് സിന്ധ് പ്രവിശ്യകളില് ഇസ്ലാമാബാദിലടക്കം ഈ ഭീകരാക്രമണം നടത്തുന്നത് ഈ പറയുന്ന ഈ തെഹ്രിക്കെ താലിബാനാണ്. ബലൂജ് പ്രവിശ്യയിലേക്ക് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന വാർത്ത അനുസരിച്ച് പാക് സൈന്യത്തിന് കടന്നു കയറാൻ പോലും കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഉം. അതായത് ആ പടിഞ്ഞാറൻ മേഖല അക്ഷരാർത്ഥത്തിൽ യുദ്ധഭൂമിയായി മാറിയിരിക്കുന്നു. കാരണം ഈ ഒരു ഉം. മാസം മുമ്പായിരുന്നു ഇറാൻ കയറി അടിച്ചിട്ട് പോയത് പാകിസ്ഥാൻ, ഉം. ഉം. അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നെന്നും പറഞ്ഞിട്ട്. അത് അതുകൂടാതെ ശരി. അഫ്ഗാനിസ്ഥാൻ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് ഉം. ബലൂചിസ്ഥാന് സ്വതന്ത്ര, അവിടെ ജനസംഖ്യ കുറവാണ്, അത് ധാതു പുഷ്ടമായ ഒരു സ്ഥലം. ഇവിടെ അമേരിക്കയ്ക്കും ഒരു കണ്ണുണ്ട് ഈ ബലൂചിസ്ഥാൻ. ഇവരുടെ എല്ലാം അതെന്തിനാ? ലക്ഷ്യം ക്ലിയർ ആണ്. അമേരിക്കയുടെ ലക്ഷ്യം അഫ്ഗാനിസ്ഥാന് പണിയണമെങ്കിലും ഈ റഷ്യക്ക് പണിയണമെങ്കിലും ബലൂചിസ്ഥാന്റെ എവിടെങ്കിലും ഒരു വ്യോമത്താവളം അവർക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ബലൂചിസ്ഥാൻ, അതാ ഞാൻ പറഞ്ഞത്, വിവിധ രാജ്യങ്ങൾ കണ്ണു വെക്കുകയും വേറെ 3 രാജ്യങ്ങൾ ഇതിനകത്ത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ബലൂചിസ്ഥാൻ. അമേരിക്കക്ക് എല്ലായിടത്തും വ്യോമത്താവളവും നാവികത്താവളവും വേണം. ഇവന്മാർക്ക് അല്ല അല്ല, അവർക്ക് കണ്ണി അവരുടെ കാണുന്ന എല്ലാ സ്ഥലത്തും വേണം. നമ്മൾ ഇന്ത്യയിലും അവർക്ക് ചോദിച്ചില്ല, നമ്മളെ പോയി പണി നോക്കാൻ പറഞ്ഞു. അതെ അതെ. ഇനി ഇവരുടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ ഈ ആഹ്, ബിൻ ലാദനൊക്കെ വധിച്ചതിന് ശേഷം വലിയ പ്രതിഷേധങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ടായപ്പോൾ പാകിസ്ഥാനിലുള്ള ഉം. വ്യോമത്താവളം ഒന്നും കൂട്ടിയിട്ടില്ല അവരുടെ. ആരുടെയാ? ഉം. അമേരിക്കയുടെ. ഈ ഉം. ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഏരിയ കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, വടക്ക് അതിര് എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ, ഇറാൻ ഇപ്പുറത്ത് കിടക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഇവർക്ക് സുഖകരമായ ഒരു ഏരിയയാണ്. അതാണ് അമേരിക്കയുടെ ലക്ഷ്യം. ചൈനയുടെ ലക്ഷ്യം അവരുടെ ഈ ഉം. ഗദാർ തുറമുഖം തുറന്നു കിട്ടുക, അവർക്ക് അതൊരു വലിയ കപ്പൽച്ചാലാക്കി മാറ്റാൻ കഴിയും. അപ്പൊ ഉം. ഈ അവരുടെ ഏറ്റവും വലിയ റോഡ് പദ്ധതി അത് വഴി പോകുന്നു. ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇന്ത്യക്ക് വലിയ ഭീകര പ്രവർത്തനം വരാതെ തടയാൻ വേണ്ടിയിട്ട് ഈ ബലൂചിസ്ഥാൻ ഇങ്ങനെ ഒരു പരിചയമായി ഉം. കൊണ്ടു നടക്കണം. ഇറാനും ഉം. അഫ്ഗാനിസ്ഥാനും പറയുന്നത് ഞങ്ങളുടെ പ്രദേശമാണ് ഇതെന്ന് പറയുന്നു. ഈ ഇതിൽ ഉം. നടുക്കിടക്കുന്ന ബലൂചിസ്ഥാനികൾ പറയുന്നു ഞങ്ങൾ ലോകത്തെ, കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ടിബറ്റ് ഇല്ലേ, അതെ. ടിബറ്റ് എങ്ങനെയാണോ ആ ടിബറ്റ് പോലെ തന്നെ പ്രാധാന്യമാണ് ബലൂചിസ്ഥാൻ ഉള്ളത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് അന്താരാഷ്ട്ര സമൂഹം അത് വേണ്ട രീതിയിൽ ഏറ്റെടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം അവർ അമേരിക്കയിലും ഐക്യരാഷ്ട്ര ആസ്ഥാനത്തും ഒക്കെ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ അവർ ഇടയ്ക്ക് നടത്താറുണ്ട്, ഈ ബലൂച്ച് ഉം. ജനത. അവരുടെ ഒരു കൾച്ചർ പോലും ഈ പാകിസ്ഥാനിലെ ഒരു രീതിയിലല്ല മുമ്പോട്ട് പോകുന്നത്. നമുക്കിപ്പോ കാശ്മീർ എന്ന് പറയാനായിട്ട് നമ്മളുമായി വളരെ ഇഴുകിച്ചേർന്ന് കിടക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് കാശ്മീർ. ഇത് അങ്ങനെയുമല്ല. ഇത് ഉം. പാകിസ്ഥാനോട് പുലബന്ധം പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ അവരുടെ കൾച്ചറുമായി ബന്ധമില്ലാത്ത ഒരു രീതിയാണ്. നമ്മുടെ കാശ്മീരിലെ ജനം പറഞ്ഞു ഞങ്ങളുടെ ബന്ധുക്കളാണ് പാക് അധിനിവേശ കാശ്മീരിൽ എന്ന് പറയുന്നു. ഉം. ഇതെല്ലാമാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഏതായാലും ഈ സംഭവം തുടങ്ങുന്ന 1958-ലാണ് ഈ കലാപം, രക്തരൂഷിതമായ കലാപം തുടങ്ങുന്നത്. അത് ഇപ്പോഴും ഉണ്ട്. 58-ലൊക്കെ ഇന്ത്യ അങ്ങനെ ഒരു കലാപത്തിന് തിരികൊളുത്തുമെന്ന് ആർക്കും വിശ്വസിക്കാൻ പോലും കഴിയില്ല. കാരണം നമ്മളും ഉം. പിച്ച വെച്ച് തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. 47 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 10 വർഷം തികയുമ്പോൾ നമ്മൾ ആ പണിക്കൊന്നും പോകും തോന്നുന്നില്ല. പക്ഷെ ഇപ്പം നമ്മളാണ് ഇവർക്ക് ആയുധങ്ങളും പണവും മരുന്നും ഒക്കെ നൽകുന്നത് എന്നാണ് പറയുന്നത്. അതെ. അപ്പൊ ഇങ്ങനെ അനവധി രാജ്യങ്ങൾക്ക് ലക്ഷ്യമുള്ള ഒരു ഇടമാണ് ബലൂചിസ്ഥാൻ. പിന്നെ ബലൂചിസ്ഥാനികൾക്ക് സ്വന്തം ഇഷ്ടം എങ്ങനെയെങ്കിലും അവർക്ക് ഒരു സ്വതന്ത്ര ഭരണം കിട്ടണം, ഈ അടിമത്തത്തിൽ നിന്നും ഉം. മോചനം ലഭിക്കണമെന്ന്.
ഈ കഴിഞ്ഞ കുറെ ഉം, നാളായിട്ട് അവർ പ്രതിജ്ഞ എടുത്തിരുന്നു. അവരല്ല പ്രതിജ്ഞ എടുത്തത്, അവരെ കൊണ്ട് പാകിസ്ഥാൻ പ്രതിജ്ഞ എടുപ്പിച്ചിരുന്നു എന്ന് വേണം പറയാനായിട്ട്. കാരണം പാകിസ്ഥാന്റെ ഒരു വലിയ ഓപ്പറേഷൻ അവിടെ ആരംഭിച്ചു ബലൂചിസ്ഥാൻ ഉം, മേഖലയിൽ. ഉള്ള ഉം, തീവ്രവാദികളെ മുഴുവൻ തുരത്തിയിട്ട് ഞങ്ങൾ ഇനി അടങ്ങൂ എന്ന് പറഞ്ഞിട്ടാണ് വലിയൊരു ഓപ്പറേഷൻ ആരംഭിച്ചത്. ഈ ഉം, ഉം, ഓപ്പറേഷനിൽ ഉം, ഇവർ വിചാരിച്ചതുപോലെ അല്ലായിരുന്നു കാര്യങ്ങൾ. ഇവര് ഓപ്പറേഷൻ ഉം, തുടങ്ങിയപ്പോൾ തന്നെ പാകിസ്ഥാൻ സൈന്യത്തിന് മനസ്സിലായി പിടിച്ചു നിൽക്കാൻ പാടാണ്, കാരണം വലിയ തിരിച്ചടിയാണ് അവിടെ നിന്ന് വരുന്നത്. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഈ അഫ്ഗാനിസ്ഥാനും ഇവിടുത്തെ ചില ഗോത്രങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ചില സംഘടനകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരിലാണ് ഈ തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന സംഘടനയുടെ ഒളിത്താവളങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ അഫ്ഗാൻ പ്രദേശത്ത് ഒരു 7ഓളം ഗ്രാമങ്ങൾ ഒരു മാസം മുമ്പ് പോയിട്ട് ബോംബിട്ട് തകർത്തത്. ഇവന്മാരാണ് സഹായിക്കുന്നത്, ഇവന്മാർ അവിടെ നിന്ന് വന്നിട്ടാണ് സഹായിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അതിർത്തി കടന്ന് അടിച്ചത്. അത് അതിലും വലിയ ഗുരുവാലെ. അവിടുന്ന് ഇങ്ങോട്ട് അടി മാത്രമല്ല, ഇവന്മാരും കൂടെ ഇളകി. അതിന്റെ ഇടയ്ക്കാണ് ഇറാന്റെ സൈഡിൽ എങ്ങാണ്ട് ഇവരുണ്ടെന്ന് പറഞ്ഞിട്ട്, കാരണം ഇറാന്റെ സൈഡിൽ ഉള്ളതാണോ അതോ ഇറാന്റെ ഭാഗം, ശരിക്കും പറഞ്ഞ ഡുറൻഡിൽ ലൈൻ എന്ന് പറയുന്ന പോലെ ഇവർക്കൊരു വ്യക്തമായിട്ടൊരു ബോർഡർ ഇല്ല. ഉം, പ്രത്യേകിച്ച് ഈ ബലൂചിസ്ഥാനിൽ കിടക്കുന്ന ഗോത്രവർഗ വിഭാഗങ്ങളുമുണ്ട്. അപ്പൊ ഇതെല്ലാം കൊണ്ട് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു വലിയ ഇഷ്യൂ തന്നെയാണ്. ഒരു പക്ഷേ ഉം. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കിഴക്കൻ ഏഷ്യയിൽ ഇപ്പോൾ സമീപകാലത്ത് പൊട്ടിത്തെറിയുടെ വക്കിൽ നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതില് അത് സംഭവിക്കുകയില്ല എന്നറിയില്ല. അതൊന്നും പാക് അധിനിവേശ കാശ്മീരാണ്, അവിടെയും വലിയ പ്രക്ഷോഭം നടക്കുന്നു. ബലൂചിസ്ഥാനിൽ ഉം. വലിയ പ്രക്ഷോഭം നടക്കുന്നു. കഴിഞ്ഞ ദിവസം ധനുഷ് പറഞ്ഞതുപോലെ മ്യാൻമാർ ബംഗ്ലാദേശ് അതിർത്തി പുതിയൊരു രാജ്യം രൂപീകരിക്കാനുള്ള നീക്കം നടക്കുന്നു. അതെ. ഇവിടൊക്കെ ചില രാജ്യങ്ങൾ വെട്ടിമുറിക്കപ്പെടുമോ എന്ന് വലിയ സംശയം നിലനിൽക്കപ്പെടുകയാണ്. ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്രമായിട്ട് അവരൊരു പ്രഖ്യാപനം നടത്തി മുൻപോട്ട് പോകുന്നു. പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുമായി ലയിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ട് ഇന്ത്യയുടെ ഭാഗമായി മാറുന്നു. ഈ മ്യാൻമാർ ബംഗ്ലാദേശ് അതിർത്തിയിൽ പുതിയൊരു രാജ്യം രൂപപ്പെടുന്നു. ഒരുപക്ഷെ ഇത് സംഭവിച്ചു കൂടാഴികയില്ല. കാരണം അല്ല, ഇതിപ്പോ ഈ പഴയതുപോലെയല്ല. പാകിസ്ഥാനിൽ ഇത്ര ഭീകരമായിട്ടുള്ള പാകിസ്ഥാനിൽ ഈ വിഘടനവാദം ഉയർന്നു വരുമ്പോ, ബലൂചിസ്ഥാൻ വാദികളും പിന്നെ PTI യും തെഹ്രീക്കെ താലിബാനും ഒക്കെ ഉയർന്നു വരുമ്പോ, പാകിസ്ഥാൻ അത് നേരിടാനുള്ള കഴിവില്ലേ വിജയ? അവരെ അത് അടിച്ചമർത്തില്ലേ? എന്താ തോന്നുന്നു? ഇല്ല, അവർക്ക് ഇപ്പോൾ നമ്മൾ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന, അവർക്ക് അതിന് കഴിയാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി. കാരണം ഇവർ ഉം, ചെയ്തുകൊണ്ടിരുന്ന, പാകിസ്ഥാൻ ഇക്കാലം അത്രയും ചെയ്തുകൊണ്ടിരുന്നത്, അവരുടെ ഈ രാജ്യത്തിനകത്തുള്ള നയതന്ത്ര ബന്ധങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് ഈ ഭീകരവാദ ഗ്രൂപ്പുകളെ വെച്ചിട്ടായിരുന്നു. അതാണ് ഇന്ന് ഉം, ഇന്ത്യയുടെ ജസ്വന്ത് ജയ്സ്വാൾ പറഞ്ഞിരിക്കുന്ന കാര്യം. അതാണ് ഇന്ത്യൻ വിദേശകാര്യ ഉം, വക്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം. അവരുടെ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ ഈ ഭീകരവാദികളാണ് ഇതെല്ലാം ഏൽപ്പിക്കുന്നത്. നയതന്ത്രത്തിന് ഭീകരവാദികളെ ഏൽപ്പിച്ചുള്ള അവസ്ഥ. അതായത് ബലൂചിസ്ഥാനിൽ വിഷയം ഉണ്ടാകുമ്പോൾ അടുത്ത ഗ്രൂപ്പിനെ ഇറക്കുക, അടുത്ത അതെ, ഗ്രൂപ്പിനെ അതെ. ഇറക്കിയിട്ട് ഇവന്മാരെ അടിക്കുക. എന്നിട്ട് ഇവന്മാർക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ വേറൊരു ഗ്രൂപ്പിനെ ഇറക്കി. ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ ഇവന്മാർ ഇറക്കി വിട്ട ഗ്രൂപ്പുകളെല്ലാം ഈ പാക് ഭരണകൂടത്തിനെതിരായി മാറി. ഉം, തെഹ്രിക താലിബാന്റെ ഏറ്റവും വലിയ സ്വപ്നം താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തത് എങ്ങനെയാണോ അതേ മാതൃകയിൽ പാകിസ്ഥാൻ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം. ഈ തെഹ്രിക ഉം, താലിബാന്റെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ടിന്റെ ആണെങ്കിൽ, അല്ലെങ്കിൽ ആർമിയുടെ ആണെങ്കിൽ ലക്ഷ്യം സ്വതന്ത്ര ബലൂചിസ്ഥാനാണ് അവരുടെ ലക്ഷ്യം. ഇതിന്റെ ഇടയ്ക്ക് ഇറാൻ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആണെന്ന് പറയുന്ന പ്രദേശം അവർക്ക് സ്വന്തമാക്കണം. പടിഞ്ഞാറൻ പ്രദേശം, ഉം, ഈ ബലൂചിസ്ഥാന്റെ പടിഞ്ഞാറൻ പ്രദേശം. അഫ്ഗാനിസ്ഥാന് അവരുടെ ബോർഡർ ക്ലിയർ ആക്കണം. ചൈന നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ കൂടെ റോഡ് വെട്ടാൻ പറ്റുമോ, ഗദ്ദാർ തുറമുഖം കിട്ടുമോ എന്നുള്ളതാണ്. അമേരിക്ക നോക്കുന്നത് അവിടെ എവിടെയെങ്കിലും ചെറിയ സ്പേസ് കിട്ടുമോ എന്നുള്ളതാണ്. ഇന്ത്യ നോക്കുന്നത് ഇവരെ സ്വതന്ത്രമാക്കി നിലനിർത്തിക്കൊണ്ട് കാശ്മീരിലേക്കുള്ള ഭീകര പ്രവർത്തനങ്ങളെ കംപ്ലീറ്റ് തടയിടാൻ അവിടെ എന്ത് സ്കോപ്പ് ഇന്ത്യക്ക് കിട്ടുമോ എന്നുള്ളതാണ്. അങ്ങനെ വളരെ പ്രാധാന്യമുള്ള ഒരിടമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, അവരിപ്പോൾ ഒരു സ്വതന്ത്ര രാജ്യമായി മാറിക്കഴിഞ്ഞാൽ പോലും ഇന്ത്യക്ക് ഒരുപാട് റോളുകൾ ആ രാജ്യത്ത് ചെയ്യാനുണ്ട്. കാരണം നല്ല ഉം, ഈ ധാതു സമ്പുഷ്ടമായ, ഞാൻ പറഞ്ഞു 1 ട്രില്യൺ പ്രകൃതി വിഭവങ്ങളുള്ള ഒരു ഇടമാണത്. അതൊക്കെ നമുക്ക് ഉം. ഉപയോഗപ്പെടുത്താൻ, അവരെ കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഒരുപക്ഷെ കഴിയും. എനിക്ക് ഈ 2025 എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം മുമ്പെങ്ങും ഇല്ലാത്ത വിധം ബലൂചിസ്ഥാൻ വലിയ രീതിയിൽ കത്തിക്കാളുന്നു. പാക് സൈന്യത്തിനോ ഭരണകൂടത്തിനോ ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഒരു ഭാഗത്ത് ഇമ്രാൻഖാന്റെ ഒരു പ്രക്ഷോഭം നടക്കുന്നു. അത് ഇസ്ലാമാബാദിനെ, അത് പാകിസ്ഥാനെതിരായിട്ട് നടക്കുന്ന പ്രക്ഷോഭം, അത് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. അത് ഒരു സൈഡ് നടക്കുന്നു, അതിനെ ഒതുക്കാൻ അവർക്ക് പറ്റുന്നില്ല. ഈ തെഹ്രീക്കെ താലിബാൻ എങ്ങനെയെങ്കിലും പാകിസ്ഥാൻ പിടിക്കാൻ നടക്കുന്നു. അതിനിടയിൽ ബലൂചിസ്ഥാനികൾ സ്വതന്ത്രമായി നടക്കും. ഇതിനിടയിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വലിയ പ്രക്ഷോഭം നടക്കുന്നുണ്ട് പാക് അധിനിവേശ കാശ്മീരിൽ. അവിടുത്തെ ജനങ്ങൾ വലിയ പ്രതിഷേധം തുടങ്ങിയിട്ട് നാളുകൾ കുറെ, ടയറൊക്കെ റോഡിൽ കൂട്ടിയിട്ട് കത്തിക്കുകയും ഒക്കെ. കാരണം അവർക്കെതിരെ വലിയ ടാക്സുകളും മറ്റും ചുമത്തിക്കൊണ്ട് പാകിസ്ഥാൻ നടത്തുന്ന നീക്കങ്ങൾ. ഇതിനകത്തുനിന്ന് എനിക്ക് തോന്നുന്നു ആത്യന്തികമായി ലാഭം ഉണ്ടാക്കാൻ പോകുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയും മറ്റൊന്ന് ചൈനയുമായിരിക്കും. ഇന്ത്യക്ക് വേണ്ട ഭാഗങ്ങളും ചൈനയ്ക്ക് വേണ്ട ഭാഗങ്ങളും ഇതിൽ നിന്ന് അടിച്ചു മാറ്റും എന്നുള്ളതാണ് തോന്നുന്നത്. മറ്റുള്ള ഒരു രാജ്യമോ സ്വതന്ത്ര രാജ്യമോ ഒക്കെ ആകും ഇവർക്ക് വേണ്ട. കാരണം ഉം, മ്യാൻമാറിലും അവർക്ക് താല്പര്യമുണ്ട്. അവർക്ക് പോകേണ്ട ബംഗാളിലേക്ക് കൊണ്ടുപോയി റൂട്ട് ശരിയാക്കി എടുക്കും.
ഇന്ത്യക്ക് 3 തുറമുഖങ്ങൾ സെന്റ് മാർട്ടിൻസ് ദ്വീപ് ഉൾപ്പെടെ എടുക്കുക. അതുപോലെ തന്നെ ബലൂചിസ്ഥാനിലുമുള്ള താല്പര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അത് എല്ലാവർക്കും താല്പര്യമുള്ള 3 ഇടങ്ങൾ. ഒരുപക്ഷെ 2025 ഇതിനെല്ലാത്തിനും ഒരു ക്ലൈമാക്സ് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. അതായത് ഇപ്പോൾ പാകിസ്ഥാനിൽ നടക്കുന്നത് ഒരു നീക്കം അത്യന്തം അപകടകരമാണ്. കാരണം ഇപ്പോൾ പാകിസ്ഥാൻ ഈ സമയത്ത് രക്ഷിക്കാൻ ആരുമില്ല. ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള അമേരിക്ക അവിടെ വന്നു കഴിഞ്ഞാൽ പഴയതുപോലെ ഇടപെടാനുള്ള ഒരു സ്കോപ്പ് ഇല്ല. കാരണം ചൈനയും കൂടെ അതിനകത്ത് ഇടപെടുന്നുണ്ട്. അങ്ങനെ കുറെ വിഷയങ്ങളുണ്ട്. പക്ഷേ ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കപ്പെടാനുള്ള സാധ്യത ഈ വർഷം വളരെ കൂടുതലാണ്. കാരണം ഇതേ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഇപ്പോൾ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എഴുതുന്നത് പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ ഭാഗം യുദ്ധസമാനമാണ്, യുദ്ധമാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. താലിബാൻ ഒരു സൈഡിൽ നിന്ന് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്, ഇവര് തുടങ്ങിയിട്ടുണ്ട്. ഇനി ആ ഗ്യാപ്പ് നോക്കി ഇറാനും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഏതാണ്ടൊക്കെ പൂർണ്ണമാവും. ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. ഇതിനെ പല രീതിയിൽ നോക്കി കാണുന്നവരുണ്ട്. ഒരു മതത്തിലെ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള അടിയായിട്ട് നോക്കി കാണുന്നവരുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയും ചില ലക്ഷ്യങ്ങളുണ്ട്. പക്ഷെ ഏതായാലും സ്വതന്ത്ര ബലൂചിസ്ഥാൻ എന്നുള്ള വാദം പണ്ടേ ഉണ്ട്. അതുകൂടെ ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അതായത് ഇസ്രായേൽ ഫലസ്തീൻ തർക്കം നടന്നപ്പോ നമ്മുടെ ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾ ഭയങ്കര നിലവിളിയായിരുന്നു. അയ്യോ വെട്ടുന്നേ കുത്തുന്നേ കൊല്ലുന്നേ എന്ന്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും പരസ്പരം തല്ലിച്ചാകുമ്പോൾ ഇവരെന്താ, അവിടെയും മരിക്കുന്നത് കുട്ടികളാണ്, അവിടെയും മരിക്കുന്നത് സിവിലിയൻസ് ആണെന്ന്. ഇവരെന്താ അടങ്ങിയിരിക്കുന്നത്? അല്ല, ഇത് അതാ പറഞ്ഞത്, ഇവർക്കത് പറയാൻ ഒരു മടിയുണ്ട്. മടിയെന്ന് വെച്ചാൽ ഇവർ ഇന്ത്യയിലുള്ളവർക്ക് മാത്രമേ മടിയുള്ളൂ. പക്ഷെ ഫോറിൻ അറബ് കൺട്രീസിനൊന്നും യാതൊരു മടിയില്ല പറയാനായിട്ട്. കാരണം അതല്ലേ പറഞ്ഞു, ഇന്നലെ നമ്മളൊരു ചർച്ചയിൽ പറഞ്ഞ നസറുള്ള മരിച്ചു പോയിട്ട് ഖത്തർ ഒഴിച്ചുള്ള ഒരു രാജ്യവും അറബ് രാജ്യങ്ങളൊന്നും അതിനകത്തൊരു അനുശോചനം പോലും രേഖപ്പെടുത്തുക, അതിനെക്കുറിച്ച് കമാന്നൊരു അക്ഷരം പറയുകയോ ചെയ്തിട്ടില്ല. അവിടെ എല്ലാം വംശവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ ഇത് പറയാൻ പാടില്ലാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പിടിച്ച ബിസ്ബയോ എന്ന് പറഞ്ഞതാണ്. പിന്നെ ഇങ്ങനെയൊക്കെ നടക്കുമ്പോ വസന്തോ ഒന്നും ഡിസ്പ്ലേയോ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ അവർക്കത് മാറ്റി പറയാൻ ഒരു വൈമനസ്. അതായത് വാളെടുത്തവൻ വാളാലെ എന്ന് പറയുന്ന ആ ഒരു ചൊല്ല് കറക്റ്റ് ആണെന്ന് അവര് തന്നെ പറയുന്നത്. ആ വിസ്മയം വേറൊരു വിസ്മയവുമായിട്ട് യുദ്ധം ചെയ്യുമ്പോ അതൊരു മഹാവിസ്മയമായിട്ട് അതെ, വാർത്ത പോലും അവർ കൊടുക്കാറില്ല. വാർത്ത പോലും അങ്ങനെയുള്ള മാധ്യമങ്ങൾ കൊടുക്കാറില്ല. അത് ശ്രദ്ധിക്കാറുണ്ട്, ഒന്നും കൊടുക്കാറില്ല. അതിന് ഒന്നും കൊടുക്കാറില്ല. അവര് കണ്ണും പൂട്ടിയിരിക്കുക. ഇപ്പൊ താലിബാനിലൊക്കെ കുട്ടികള് 500ഓളം കുട്ടികളൊക്കെയാണ് മരിച്ചു വീഴുന്നു എന്നുള്ള റിപ്പോർട്ട് ഞാൻ ഇന്ന് വായിച്ചത്. അവർക്കാർക്കും ഒരു കുഴപ്പമില്ല. അതേസമയം പലസ്തീനിൽ ഒരു കുട്ടി മരിച്ചാല് അത് AI ഇമേജ് ആക്കി 10-100 കുട്ടികളെ അതിൽ ആഡ് ചെയ്ത് ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കും. ഓൾ ഐസ് ഓൺ റാഫ, ഓൾ ഐസ് ഓൺ ഗസ, ഇസ്മയിൽ ഹനിയയ്ക്ക് വേണ്ടി ഇവിടെ മയ്യത്ത് നമസ്കാരം, എന്തൊക്കെ ബഹളമായിരുന്നു. പോലെ തന്നെ ഹമാസിലെ തീവ്രവാദിയെ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കുന്നു, ഓരോ കാര്യങ്ങൾ പറയുന്നു. പക്ഷെ ഇപ്പൊ ഇവര് രണ്ടുപേരും കൂടെ അടികൂടുമ്പം അവര് കുഴപ്പമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന രീതിയിൽ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ്. അല്ല, നമ്മുടെ രാജ്യത്തിന് ഒരു നിലപാടേ എല്ലായിടത്തും ഉണ്ടായിരുന്നുള്ളൂ. ഗസയിലെ ഈ കുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെ ഇസ്രായേൽ ആക്രമണം ഉണ്ടായപ്പോൾ നമ്മൾ പറഞ്ഞു അത് ചെയ്യരുത്, അത് തെറ്റാണെന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ അഫ്ഗാനിസ്ഥാനിലെ ഇപ്പൊ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ നമ്മൾ അത് തന്നെ പറഞ്ഞത്. എന്റെ പൊന്നിയേട്ടാ, അന്തസ്സുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ദേവന്മാരെ പോലെ ഇരട്ടത്താപ്പ് നമ്മൾ കാണിക്കില്ല. കാരണം അവിടെ അടി നടക്കുമ്പോൾ അവിടെ പോയി കരയുകയും, എന്നാൽ ഇവിടെ അതേ സംഭവം നടക്കുമ്പോൾ അത് നോക്കി ചിരിക്കുകയും ചെയ്യുന്നതല്ല. നമ്മൾ പാലസ്തീൻ കുട്ടികൾ കൊല്ലപ്പെടുന്നതിന് നമ്മളെ രാജ്യം എതിരായിരുന്നു. നമ്മൾ അവിടെ ഡിസാസ്റ്റർ അയച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ കയറി അടിച്ചപ്പോഴും നമ്മൾ പറഞ്ഞത് ചെയ്യരുത്, താക്കീത് കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് ഇസ്രായേലിന്റെ കൂടെ നമ്മൾ നിന്നിട്ടുണ്ട്. കാരണം ഇസ്രായേലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ പാടില്ലല്ലോ. രണ്ടു ഭാഗത്തും ഇപ്പം നമ്മൾ ഒരു ഭാഗത്ത് അടിക്കില്ലെന്ന് പറഞ്ഞിട്ട് വേറൊരു ഭാഗത്ത് അടി കൊള്ളുന്നവരെ നോക്കി നിൽക്കാനും നമുക്ക് പറ്റത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഈ കൈ കെട്ടി വെച്ചിട്ട് അടിയട എന്ന് പറയുന്നത് പോലെ ആയിപ്പോകും. രണ്ടു ഭാഗത്ത് നമ്മൾ നിൽക്കുന്നത്. ഇവരങ്ങനെയല്ല. ഇവരെന്ന് പറഞ്ഞാൽ ഇവർക്ക് ചില എന്താ പറയുക സെലക്റ്റീവ് ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട്. ആ രാജ്യത്തില് ആക്രമണം നടക്കുമ്പോൾ മാത്രമേ ഇവർക്ക് പ്രതികരിക്കുക പറ്റുകയുള്ളൂ, കൊള്ളുകയുള്ളൂ എന്നുള്ളതൊക്കെയാണ് ഇവരുടെ ഇത്. എന്റെ ആളെ തന്നെ അടിച്ചാൽ, അല്ലെങ്കിൽ എന്റെ ഒരു മതത്തിൽ തന്നെ പെട്ട ഒരു കുട്ടിയെ ബലാത്സംഗം ചെയ്താൽ, പീഡിപ്പിച്ചാൽ, കൊന്നു കളഞ്ഞാൽ നിനക്കെന്തടാ എന്ന് ചോദിക്കുന്ന നിലപാടിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ മറ്റതങ്ങനെയല്ല. മറ്റത് ജൂതനാണ്, ജൂതൻ ചെയ്യരുത്, ഞങ്ങൾ ചെയ്യും. മനസ്സിലായല്ലേ? ഏതോ ഒരു സിനിമയിൽ പറയുന്നത് പോലെ തെറ്റ് നടക്കണം, പക്ഷെ അത് ഞങ്ങൾ മാത്രം ചെയ്യണം എന്ന് പറയുന്നത് പോലെയാണ് ഇവരുടെ ഒരു പരിപാടി എന്ന് പറയുന്നത്. വേറെ ആരും തെറ്റ് ചെയ്യാൻ പാടില്ല, തെറ്റ് ഞങ്ങൾ ചെയ്യും, അതിനെ ആരും ചോദ്യം ചെയ്യാൻ വരാനും പാടില്ല. അത് എന്തായാലും സന്തോഷം മാത്രമല്ല. എന്തായാലും പാകിസ്ഥാൻ ശിഥിലമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു സോ മച്ച്.